ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 7-ാം അധ്യായം 25 മുതൽ 53 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടിരുന്നു, യഹൂദർ യേശുവിനെ വധിക്കാൻ അവസരം പാർത്തിരുന്നതിനാൽ യൂദയായിൽ സഞ്ചരിക്കാൻ യേശു ഇഷ്ടപ്പെട്ടില്ല. എന്നാലും രഹസ്യമായി തിരുനാളിന് പോവുകയും തിരുനാൾ പകുതിയായപ്പോൾ ദേവാലയത്തിൽ ചെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ജെറുസലേം നിവാസികളിൽ ചിലർ പറയുന്നത്, ഇവനെയല്ലേ അവർ കൊല്ലാൻ അന്വേഷിക്കുന്നത്? ഇവൻ പരസ്യമായി സംസാരിക്കുന്നു, എന്നിട്ടും അവർ ഇവനോട് ഒന്നും പറയുന്നില്ല. ഇവൻ തന്നെയാണ് ക്രിസ്തുവെന്ന് ഒരു പക്ഷേ അധികാരികൾ യഥാർത്ഥത്തിൽ അറിഞ്ഞിരിക്കുമോ എന്നൊക്കെ. എന്നാൽ 30-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും, അവനെ ബന്ധിക്കാൻ അവർ ശ്രമിച്ചു, എന്നാൽ ആർക്കും അവനെ പിടികൂടാൻ കഴിഞ്ഞില്ല, കാരണം അവൻ്റെ സമയം ഇനിയും വന്നിരുന്നില്ല എന്ന്. ജനക്കൂട്ടം അവനെക്കുറിച്ച് പിറുപിറുക്കുന്നത് ഫരിസേയർ കേട്ടു. അങ്ങനെ അവനെ ബന്ധിക്കാൻ പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും സേവകരെ അയക്കുന്നുണ്ട്. യേശു തൻ്റെ വേർപാടിനെക്കുറിച്ച് പറഞ്ഞ വചനങ്ങൾ കേട്ട് യഹൂദർ പരസ്പരം പറയുന്നുണ്ട്, നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത വിധം എവിടേക്കാണ് അവൻ പോവുക? ഗ്രീക്കുകാരുടെ ഇടയിൽ ചിതറി പാർക്കുന്നവരുടെ അടുക്കിലേക്ക് പോയി ഗ്രീക്കുകാരെ പഠിപ്പിക്കാനായിരിക്കുമോ എന്നൊക്കെ. പിന്നീട് വരുന്ന ശീർഷകം ജീവജലത്തിൻ്റെ അരുവികൾ എന്നതാണ്. എന്തുകൊണ്ടാണ് ഈ ശീർഷകത്തിന് ഈ പേര് വന്നത് എന്ന് 37-ാം വാക്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അവൻ ഇതു പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ലാത്തതിനാൽ അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. അടുത്ത ശീർഷകത്തിൽ അധികാരികളുടെ അവിശ്വാസത്തെ പറ്റിയാണ് പറയുന്നത്. യേശുവിനെ ബന്ധിക്കാൻ അയച്ച സേവകന്മാർ തിരിച്ചു ചെന്നപ്പോൾ പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും അവരോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത് എന്ന്. അപ്പോൾ അവരുടെ മറുപടി ഇതായിരുന്നു, അവനെപ്പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്ന്. അപ്പോൾ ഫരിസേയർ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളും വഞ്ചിതരായോ എന്ന്. മുമ്പൊരിക്കൽ യേശുവിൻ്റെ അടുക്കൽ പോയവനും അവരിൽ ഒരുവനുമായ നിക്കോദേമോസിൻ്റെ ചോദ്യത്തിന് അവരുടെ മറുപടി ഇതായിരുന്നു, നീയും ഗലീലയിൽ നിന്നാണോ? പരിശോധിച്ചു നോക്കൂ, ഒരു പ്രവാചകനും ഗലീലയിൽ നിന്ന് വരുന്നില്ല എന്ന് അപ്പോൾ മനസ്സിലാകുമെന്ന്. അതിനുശേഷം ഓരോരുത്തരും സ്വന്തം വീടുകളിലേക്ക് പോവുകയാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ചില കമൻറ്റ് കണ്ടിരുന്നു, ചോദ്യങ്ങൾ വളരെയധികം ടഫുള്ളതുണ്ടെന്ന്. നമ്മുടെ വെരിത്താസിൻ്റെ ഓൺലൈൻ ക്വിസിന് കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഫൈനൽ റൗണ്ടിൽ വരാറുണ്ട്. അതുകൊണ്ടാണ് അത്തരം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയത്. കുട്ടികൾ ലോഗോസിന് പഠിക്കുമ്പോൾ ആ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒഴിവാക്കിയിട്ട് ബാക്കി പഠിച്ചാൽ മതിയാകും. ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്കിനി ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇവനെയല്ലേ അവർ കൊല്ലാൻ അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞതാര്? ഉത്തരം, ജെറുസലേം നിവാസികളിൽ ചിലർ. രണ്ടാമത്തെ ചോദ്യം, ജെറുസലേം നിവാസികളിൽ ചിലർ പറഞ്ഞത് എന്ത്? ഇവനെയല്ലേ അവർ കൊല്ലാൻ അന്വേഷിക്കുന്നത്? മൂന്നാമത്തെ ചോദ്യം, യോഹന്നാൻ 7:26 ഇവൻ എങ്ങനെ സംസാരിക്കുന്നു എന്നാണ് പറയുന്നത്? ഉത്തരം, പരസ്യമായി. അടുത്ത ചോദ്യം, എന്നാൽ ഇതാ ഇവൻ പരസ്യമായി സംസാരിക്കുന്നു, എന്നിട്ടും അവർ ഇവനോട് എന്ത് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്? ഉത്തരം, ഒന്നും പറയുന്നില്ല. അഞ്ചാമത്തെ ചോദ്യം, എന്നാൽ ഇതാ ഇവൻ പരസ്യമായി സംസാരിക്കുന്നു, എന്നിട്ടും അവർ ഇവനോട് ഒന്നും പറയുന്നില്ല, എന്ത് അറിഞ്ഞിരിക്കുമോ എന്നാണ് ജെറുസലേം നിവാസികളിൽ ചിലർ പറഞ്ഞത്? ഉത്തരം, ഇവൻ തന്നെയാണ് ക്രിസ്തുവെന്ന് ഒരു പക്ഷേ അധികാരികൾ യഥാർത്ഥത്തിൽ അറിഞ്ഞിരിക്കുമോ? ആറാമത്തെ ചോദ്യം, ക്രിസ്തു വരുമ്പോൾ എന്ത് ആരും അറിയുകയില്ലല്ലോ എന്നാണ് പറയുന്നത്? ഉത്തരം, എവിടെ നിന്ന് വരുന്നെന്ന്. ഏഴാമത്തെ ചോദ്യം പൂരിപ്പിക്കാനുള്ളതാണ്. ഇവൻ എവിടെ നിന്ന് വരുന്നു എന്ന് നമുക്കറിയാം, എന്നാൽ ഡാഷ് എവിടെ നിന്നാണ് വരുന്നതെന്ന് ആരും അറിയുകയില്ലല്ലോ. ഉത്തരം,
ക്രിസ്തു വരുമ്പോൾ. എട്ടാമത്തെ ചോദ്യം, ഞാൻ ആരാണെന്നും എവിടെ നിന്ന് വരുന്നെന്നും നിങ്ങൾക്കറിയാം. എന്നാൽ ഞാൻ സ്വമേധയാ വന്നവനല്ല, എന്നെ അയച്ചവൻ സത്യവാനാണ്, അവിടുത്തെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എപ്പോഴാണ് യേശു ഇത് പറഞ്ഞത്? ഉത്തരം, ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ. ഒമ്പതാമത്തെ ചോദ്യം, എന്ത് നിങ്ങൾക്കറിയാം എന്നാണ് ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉച്ചത്തിൽ യേശു പറഞ്ഞത്? ഉത്തരം, ഞാൻ ആരാണെന്നും എവിടെ നിന്ന് വരുന്നെന്നും. പത്താമത്തെ ചോദ്യം, എന്നാൽ ഞാൻ എങ്ങനെ വന്നവനല്ല എന്നാണ് യേശു പറയുന്നത്? ഉത്തരം, സ്വമേധയാ. 11ാമത്തെ ചോദ്യം പൂരിപ്പിക്കാനുള്ളതാണ്. എന്നാൽ ഞാൻ സ്വമേധയാ വന്നവനല്ല, എന്നെ അയച്ചവൻ ഡാഷ് ആണ്. ഉത്തരം, സത്യവാൻ. 12ാമത്തെ ചോദ്യം, യോഹന്നാൻ 7:28 എന്നെ അയച്ചവൻ ആരെന്നാണ് യേശു പറയുന്നത്? ഉത്തരം, സത്യവാൻ. 13ാമത്തെ ചോദ്യം, എനിക്ക് അവിടുത്തെ അറിയാം എന്ന് പറഞ്ഞതിന് ശേഷമുള്ള യേശുവിൻ്റെ പ്രസ്താവന എന്ത്? ഉത്തരം, എന്തെന്നാൽ ഞാൻ അവിടുത്തെ അടുക്കൽ നിന്ന് വരുന്നു, അവിടുന്നാണ് എന്നെ അയച്ചത്. അടുത്ത ചോദ്യം, 14ാമത്തെ ചോദ്യം, യോഹന്നാൻ 7:29 ഞാൻ എവിടെ നിന്ന് വരുന്നു എന്നാണ് യേശു പറയുന്നത്? ഉത്തരം, അവിടുത്തെ അടുക്കൽ നിന്ന്. 15ാമത്തെ ചോദ്യം, അവനെ ബന്ധിക്കാൻ അവർ ശ്രമിച്ചു, എന്നാൽ ആർക്കും അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല. കാരണം? ഉത്തരം, അവൻ്റെ സമയം ഇനിയും വന്നിരുന്നില്ല. 16ാമത്തെ ചോദ്യം, ആരാണ് അവനിൽ വിശ്വസിച്ചു എന്ന് യോഹന്നാൻ 7:31 പറയുന്നത്? ഉത്തരം, ജനക്കൂട്ടത്തിൽ വളരെ പേർ. 17ാമത്തെ ചോദ്യം, ജനക്കൂട്ടത്തിൽ അവനിൽ വിശ്വസിച്ച വളരെ പേർ ചോദിച്ചതെന്ത്? ഉത്തരം, ക്രിസ്തു വരുമ്പോൾ ഇവൻ പ്രവർത്തിച്ചതിലേറെ അടയാളങ്ങൾ പ്രവർത്തിക്കുമോ? 18ാമത്തെ ചോദ്യം, ക്രിസ്തു വരുമ്പോൾ ഇവൻ പ്രവർത്തിച്ചതിലേറെ അടയാളങ്ങൾ പ്രവർത്തിക്കുമോ എന്ന് ചോദിച്ചതാര്? ഉത്തരം, ജനക്കൂട്ടത്തിൽ അവനിൽ വിശ്വസിച്ച വളരെ പേർ. 19ാമത്തെ ചോദ്യം, ജനക്കൂട്ടം അവനെക്കുറിച്ച് പിറുപിറുക്കുന്നത് കേട്ടതാര്? ഉത്തരം, ഫരിസേയർ. 20ാമത്തെ ചോദ്യം, അവനെ ബന്ധിക്കാൻ സേവകരെ അയച്ചതാര്? ഉത്തരം, പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും. 21ാമത്തെ ചോദ്യം, ജനക്കൂട്ടം അവനെക്കുറിച്ച് പിറുപിറുക്കുന്നത് കേട്ടതാര്? ഉത്തരം, ഫരിസേയർ. 22ാമത്തെ ചോദ്യം, ഫരിസേയർ എന്തു കേട്ടു എന്നാണ് യോഹന്നാൻ 7:32 പറയുന്നത്? ഉത്തരം, ജനക്കൂട്ടം അവനെക്കുറിച്ച് പിറുപിറുക്കുന്നത്. 23ാമത്തെ ചോദ്യം, അല്പസമയം കൂടി ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, അതിനുശേഷം എങ്ങോട്ട് പോകും എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം, എന്നെ അയച്ചവൻ്റെ അടുത്തേക്ക് പോകും. 24ാമത്തെ ചോദ്യം, എന്ത് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ എന്നെ അയച്ചവൻ്റെ അടുത്തേക്ക് പോകും എന്ന് യേശു പറഞ്ഞത്? ഉത്തരം, അല്പസമയം കൂടി ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. 25ാമത്തെ ചോദ്യം, യോഹന്നാൻ 7:34 ഉദ്ധരിക്കുക. ഉത്തരം, നിങ്ങൾ എന്നെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല, ഞാൻ ആയിരിക്കുന്നിടത്ത് വരാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. 26ാമത്തെ ചോദ്യം പൂരിപ്പിക്കാനുള്ളതാണ്. നിങ്ങൾ എന്നെ ഡാഷ് കണ്ടെത്തുകയില്ല, ഞാൻ ഡാഷ് വരാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഉത്തരം, നിങ്ങൾ എന്നെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല, ഞാൻ ആയിരിക്കുന്നിടത്ത് വരാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. 27ാമത്തെ ചോദ്യം, നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത വിധം എവിടേക്കാണ് അവൻ പോവുക എന്ന് പറഞ്ഞതാര്? ഉത്തരം, യഹൂദർ. 28ാമത്തെ ചോദ്യം, നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത വിധം എവിടേക്കായിരിക്കും യേശു പോവുക എന്നാണ് യഹൂദർ പരസ്പരം പറഞ്ഞത്? ഉത്തരം, ഗ്രീക്കുകാരുടെ ഇടയിൽ ചെതറിപ്പാർക്കുന്നവരുടെ അടുക്കൽ. 29ാമത്തെ ചോദ്യം, ഗ്രീക്കുകാരുടെ ഇടയിൽ ചെതറിപ്പാർക്കുന്നവരുടെ അടുക്കൽ പോയി ഗ്രീക്കുകാരെ പഠിപ്പിക്കാനായിരിക്കുമോ അവൻ പോവുക എന്ന് പറഞ്ഞതാര്? ഉത്തരം, യഹൂദർ. 30ാമത്തെ ചോദ്യം, ഗ്രീക്കുകാരുടെ ഇടയിൽ ചെതറിപ്പാർക്കുന്നവരുടെ അടുക്കൽ യേശു പോകുന്നത് എന്തിനായിരിക്കുമോ എന്നാണ് യഹൂദർ പറഞ്ഞത്? ഉത്തരം, ഗ്രീക്കുകാരെ പഠിപ്പിക്കാൻ. 31ാമത്തെ ചോദ്യം, തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന്
ശബ്ദമുയർത്തി പറഞ്ഞത് എന്ത്? ഉത്തരം: ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. 32-ാമത്തെ ചോദ്യം: ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നാണ് യേശു ഇത് പറഞ്ഞത്? ഉത്തരം: തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ. 33-ാമത്തെ ചോദ്യം: ആരുടെ ഹൃദയത്തിൽ നിന്നാണ് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും എന്ന് പറയുന്നത്? ഉത്തരം: എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ. 34-ാമത്തെ ചോദ്യം: എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് എന്ത് പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുമെന്നാണ് പറയുന്നത്? ഉത്തരം: വിശുദ്ധ ലിഖിതം. 35-ാമത്തെ ചോദ്യം: എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ എന്ത് ഒഴുകും? ഉത്തരം: ജീവജലത്തിൻ്റെ അരുവികൾ. 36-ാമത്തെ ചോദ്യം തെറ്റ് തിരുത്താനാണ്. അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിച്ച ആത്മാവിനെ പറ്റിയാണ്. അതുവരെയും ആത്മാവ് വെളിപ്പെട്ടില്ല. എന്തെന്നാൽ യേശു മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. ഉത്തരം: അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. എന്തെന്നാൽ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. 37-ാമത്തെ ചോദ്യം: യോഹന്നാൻ 7:40 പ്രകാരം ഈ വാക്കുകൾ കേട്ടപ്പോൾ ഇവൻ ആരാണ് എന്നാണ് ചിലർ പറഞ്ഞത്? ഉത്തരം: യഥാർത്ഥത്തിൽ പ്രവാചകനാണ്. 38-ാമത്തെ ചോദ്യം: യോഹന്നാൻ 7:41 മറ്റു ചിലർ പറഞ്ഞത് എന്ത്? ഉത്തരം: ഇവൻ ക്രിസ്തുവാണ്. 39-ാമത്തെ ചോദ്യം: യോഹന്നാൻ 7:41 വേറെ ചിലർ പറഞ്ഞത് എന്ത്? ഉത്തരം: ക്രിസ്തു ഗലീലയിൽ നിന്നാണോ വരിക? 40-ാമത്തെ ചോദ്യം: ക്രിസ്തു എവിടെ നിന്ന് വരും എന്നാണ് വിശുദ്ധ ലിഖിതം പറയുന്നത്? ഉത്തരം: ദാവീദിൻ്റെ ഗ്രാമമായ ബെത്ലഹേമിൽ നിന്ന്. 41-ാമത്തെ ചോദ്യം: ക്രിസ്തു ആരുടെ സന്താന പരമ്പരയിൽ നിന്നുള്ളവനാണ്? ഉത്തരം: ദാവീദിൻ്റെ. 42-ാമത്തെ ചോദ്യം: അങ്ങനെ അവനെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ എന്തുണ്ടായി എന്നാണ് യോഹന്നാൻ 7:43 പറയുന്നത്? ഉത്തരം: ഭിന്നത. 43-ാമത്തെ ചോദ്യം: ചിലർ അവനെ ബന്ധിക്കാൻ ആഗ്രഹിച്ചു, എന്നാൽ ആരും ഡാഷ്. ഉത്തരം: അവൻ്റെ മേൽ കൈ വച്ചില്ല. 44-ാമത്തെ ചോദ്യം: യോഹന്നാൻ 7:45 എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത് എന്ന് ചോദിച്ചതാര്? ഉത്തരം: പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും. 45-ാമത്തെ ചോദ്യം: എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത് എന്ന് പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും ചോദിച്ചതാരോട്? ഉത്തരം: തിരിച്ചു ചെന്ന സേവകന്മാരോട്. 46-ാമത്തെ ചോദ്യം: യോഹന്നാൻ 7:46 അനുസരിച്ച് അവനെപ്പോലെ ആരും ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്? ഉത്തരം: സംസാരിച്ചിട്ടില്ല. 47-ാമത്തെ ചോദ്യം: യോഹന്നാൻ 7:47 എന്താണ് ഫരിസേയർ ചോദിക്കുന്നത്? ഉത്തരം: നിങ്ങളും വഞ്ചിതരായു. 48-ാമത്തെ ചോദ്യം: അധികാരികളിലോ ഫരിസേയരിലോ ആരെങ്കിലും അവനിൽ വിശ്വസിച്ചിട്ടുണ്ടോ? അധ്യായം, വാക്യം. ഉത്തരം: യോഹന്നാൻ 7:48. 49-ാമത്തെ ചോദ്യം: യോഹന്നാൻ 7:49 പ്രകാരം ആരാണ് ശപിക്കപ്പെട്ടത്? ഉത്തരം: നിയമം അറിഞ്ഞുകൂടാത്ത ഈ ജനക്കൂട്ടം. 50-ാമത്തെ ചോദ്യം: നിയമം അറിഞ്ഞുകൂടാത്ത ഈ ജനക്കൂട്ടം എന്താണ്? ഉത്തരം: ശപിക്കപ്പെട്ടതാണ്. 51-ാമത്തെ ചോദ്യം: ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ? ആരാണ് ഇങ്ങനെ ചോദിച്ചത്? ഉത്തരം: നിക്കോദേമോസ്. 52-ാമത്തെ ചോദ്യം: യോഹന്നാൻ 7:50 പ്രകാരം ആരാണ് നിക്കോദേമോസ്? ഉത്തരം: മുമ്പൊരിക്കൽ യേശുവിൻ്റെ അടുക്കൽ പോയവനും അവരിൽ ഒരുവനും. 53-ാമത്തെ ചോദ്യം: യോഹന്നാൻ 7:52 ആരാണ് ഗലീലിൽ നിന്ന് വരുന്നില്ല എന്ന് പറയുന്നത്? ഉത്തരം: ഒരു പ്രവാചകനും. 54-ാമത്തെ ചോദ്യം: നീയും ഗലീലിൽ നിന്നാണോ? പരിശോധിച്ചു നോക്കൂ, ഒരു പ്രവാചകനും ഗലീലിൽ നിന്ന് വരുന്നില്ല എന്ന് അപ്പോൾ മനസ്സിലാകും. ആര് ആരോട് പറഞ്ഞു? ഉത്തരം: ഫരിസേയർ നിക്കോദേമോസിനോട്. 55-ാമത്തെ ചോദ്യം: യോഹന്നാൻ 7:53 പ്രകാരം
എങ്ങോട്ടാണ് അവർ പോയത്? ഉത്തരം സ്വന്തം വീടുകളിലേക്ക്. 56-ാമത്തെ ചോദ്യം, ഡാഷ് സ്വന്തം വീടുകളിലേക്ക് പോയി എന്നാണ് യോഹന്നാൻ 7:53 പറയുന്നത്? ഉത്തരം ഓരോരുത്തരും. 57-ാമത്തെ ചോദ്യം, യോഹന്നാൻ 7:2 സമാനമായ ഭാഗങ്ങൾ? ഉത്തരം ലേവ്യർ 23:34, നിയമാവർത്തനം 16:16. 58-ാമത്തെ ചോദ്യം, യോഹന്നാൻ 7:15 സമാനമായ ഭാഗങ്ങൾ? ഉത്തരം മത്തായി 13:54, ലൂക്ക 2:47. 59-ാമത്തെ ചോദ്യം, യോഹന്നാൻ 7:24 സമാനമായ ഭാഗങ്ങൾ? ഉത്തരം യോഹന്നാൻ 8:15, ഏശയ്യ 11:3, സഖറിയ 7:9. 60-ാമത്തെ ചോദ്യം, യോഹന്നാൻ 7:38 സമാന ഭാഗം? ഉത്തരം ഏശയ്യ 44:3, സുഭാഷിതം 18:4. 61-ാമത്തെ ചോദ്യം, യോഹന്നാൻ 7:42 സമാനമായ ഭാഗങ്ങൾ? ഉത്തരം മിക്ക 5:2, മത്തായി 1:1. ഈ പാഠഭാഗത്തിലെ ചോദ്യങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പരീക്ഷയ്ക്ക് നല്ലവണ്ണം പഠിച്ചൊരുങ്ങിക്കോളൂ. എല്ലാവർക്കും ഉയർന്ന മാർക്കുകൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.